30 വയസ്സ് കഴിഞ്ഞ ഒരു ബിസി പ്രൊഫഷണലാണോ? നിങ്ങൾ നിങ്ങളുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പാടുപെടുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 5 സ്റ്റെപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റിസൾട്ട് ഗ്യാരണ്ടിയാണ്. ഒരിക്കലും ഈവനിങ് വർക്കൗട്ട് ചെയ്യാൻ നിൽക്കരുത്. ട്രൈ മോർണിംഗ് വർക്കൗട്ട്. നമുക്ക് അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരുപാട് ഇവന്റ്സ് വരുന്നത് എപ്പോഴും ഈവനിങ് ആയിരിക്കും. ഇപ്പോൾ കുട്ടികളുള്ള ആളാണെങ്കിൽ നിങ്ങൾ മോർണിംഗിൽ കുട്ടികൾ എണീക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വർക്കൗട്ട് ഫിനിഷ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കുക വേണ്ട. അതുമാത്രമല്ല, ഈവനിങ് സമയം നിങ്ങൾക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. ഞാൻ നേരത്തെ ഈവനിങ് വർക്കൗട്ട് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫാമിലി റെസ്പോൺസിബിലിറ്റിയോടെ കൂടി വന്നപ്പോൾ ഞാൻ മോർണിംഗ് വർക്കൗട്ടാണ്. രണ്ടാമത്തേത് ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ വിത്ത് യുവർ ഫാമിലി. ബിക്കോസ് മോർണിംഗ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും രാത്രി നേരത്തെ കിടക്കണം. ഞാൻ എൻ്റെ ക്ലയൻസിനോട് ഈ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പറയുമ്പോഴത്തേന് അവർ പറയുന്ന ഒരു റീസണാണ്, എങ്ങനെയായാലും ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് 1 മണിയാവും കിടക്കുമ്പോൾ, പിന്നെ എങ്ങനെ രാവിലെ എണീറ്റ് വർക്കൗട്ട് ചെയ്യും? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഫാമിലിയുടെയും ലൈഫ് സ്റ്റൈൽ ആരാണ് തീരുമാനിക്കുന്നത്? സമൂഹമാണോ അതോ നിങ്ങളാണോ? മൂന്നാമത്തേത് ബൾക്ക് കുക്കിംഗ്. നിങ്ങളൊരു സിംഗിൾ പേരൻ്റ് ആണ്, നിങ്ങൾ വളരെ ബിസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉള്ള ഒരാളാണെങ്കിൽ വേറെ ഒരു രക്ഷയില്ല, നിങ്ങൾ തീർച്ചയായിട്ടും ബൾക്ക് കുക്കിംഗ് പഠിച്ചിരിക്കണം. അതായത് 2-3 ദിവസത്തേക്കുള്ള മീൽസ് ഒരുമിച്ച് കുക്ക് ചെയ്യുക, സെപ്പറേറ്റ് കണ്ടെയ്നറിലാക്കി പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ചൂടാക്കി കഴിക്കുക. അല്ലാതെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റി, ഹെൽത്തിന്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം കൂടി ഡെയിലി കുക്ക് ചെയ്യാൻ നിങ്ങളിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും വിചാരിക്കുന്ന ഒരു 6-7 ദിവസമൊന്നും വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇവർ 4 ദിവസം വർക്കൗട്ട് ചെയ്താൽ മതി. ഇഫ് യു ആർ എ ബിഗിനർ. നിങ്ങൾ ലൈഫിൽ ഒരു താളം കണ്ടെത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ 5-6 ദിവസം വർക്കൗട്ടിനെ കുറിച്ച് ആലോചിക്കുക. അതുപോലെ നിങ്ങളുടെ ബിസി ഷെഡ്യൂൾ കാരണം ഒരു ദിവസത്തെ വർക്കൗട്ട് മുടങ്ങിയെന്ന് പറഞ്ഞ് പിന്നെ ഈ ആഴ്ച ജിമ്മിൽ പോവുകയോ വേണ്ട, അല്ലെങ്കിൽ വീട്ടിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ട, അടുത്ത ആഴ്ച ഇനി പോകാൻ തീരുമാനിക്കരുത്. ഒരു ദിവസം മുടങ്ങിയെങ്കിൽ അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുക, അല്ലാതെ നീട്ടി വെക്കരുത്. എനിക്ക് ഫുഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം, അതുകൊണ്ട് തന്നെ അന്നുള്ള ഫുഡ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് എടുത്തില്ല. ഒരു വീക്കിലത്തേക്കുള്ള ഫുഡ് നിങ്ങൾ ആദ്യമേ തന്നെ ഉണ്ടാക്കി അതൊരു ഡയറിയിൽ എഴുതി അത് വേണം ഫോളോ ചെയ്യാൻ. അല്ലാതെ അന്ന് കഴിക്കേണ്ട ഫുഡ് അന്ന് രാവിലെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കരുത്. സോ നിങ്ങൾ 30 വയസ്സ് കഴിഞ്ഞ ബിസി പ്രൊഫഷണലാണ്, സിംഗിൾ പേരൻ്റ് ആണ്, നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ DMA.